അധ്യക്ഷ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ഹരിപ്രിയ എച്ച്, ഇവിടെ വേദിയിലുള്ള പ്രേമിയായിട്ടുള്ള ഹെഡ് മിസ്സസ്, അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി ഹേമലത, പ്രശസ്ത പിന്നണി ഗായകൻ വിജേഷ് ഗോപാൽ, സ്കൂൾ മാനേജർ ശ്രീ കെ ഗണേശൻ, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന വാർഡ് കൗൺസിലർ ഡി രാജ്കുമാർ, പി ടി എയുടെ മറ്റു ഭാരവാഹികൾ, പ്രിയപ്പെട്ട ടീച്ചർമാർ, മറ്റു കൂട്ടുകാരെ, ആനിവേഴ്സറികളുടെ ഒരു പെരുമഴയാണ്. എല്ലാ സ്കൂളുകളിലെ ആനിവേഴ്സറിയാണ്. ഏറ്റവും ആദ്യം പുല്ലംകുളം സംസ്കൃത സ്കൂളിൻ്റെ ആനിവേഴ്സറി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. പുല്ലംകുളത്ത് 3 നാൾ മുന്നേ ആനിവേഴ്സറി ആയിരുന്നു. ഇന്നലെ സെന്റ് ലൂഷ്യസ് സ്കൂളിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. ഇന്ന് സമൂഹ സ്കൂളിൻ്റെ ആനിവേഴ്സറിയാണ്. നല്ല ഒരു ഓർമ്മകളൊക്കെ ഉള്ള കുട്ടികളെല്ലാം ഒത്തുചേർന്ന് അധ്യാപക രക്ഷകർത്ത സംഘവും അതുപോലെ തന്നെ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ തന്നെ ആഘോഷിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആനിവേഴ്സറീസും രാത്രി വരെ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളും എല്ലാം തന്നെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ്. എനിക്ക് മുമ്പേ സംസാരിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്, പ്രശസ്ത പിന്നണി ഗായകനൊക്കെ ഉണ്ട്. പക്ഷേ നഗരസഭാ കൗൺസിൽ യോഗം എന്ന് വിളിച്ചുകൊണ്ട് ചെയർപേഴ്സൺ പോയി. ഭരണപക്ഷം പോയ ഉടനെ തന്നെ പ്രതിപക്ഷം നിന്നില്ലെങ്കിൽ കുഴപ്പമുണ്ട്. അതുകൊണ്ട് തൊട്ടുപുറകെ പോകണമെന്നുള്ളതുകൊണ്ടാണ് നേരത്തെ കയറി സംസാരിക്കുന്നത്. എന്തായാലും സമൂഹ സ്കൂൾ ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ തവണത്തെ സ്കൂൾ വാർഷികത്തിലും പറഞ്ഞിരുന്നു. സമൂഹ സ്കൂൾ ഇപ്പോ ഒരു കാലത്ത് ഈ പറവൂരിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ ഏതാണെന്ന് ചോദിച്ചാൽ SNHS സമൂഹം 2 പേരാണ്. ഗവൺമെന്റ് ബോയ്സ് അതിനു മുമ്പ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ബോയ്സ് വരും, പുല്ലംകുളം സ്കൂൾ വരും, സമൂഹ സ്കൂൾ വരും. അതാണ് പണ്ടൊരു സമരമൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ സമൂഹം വിട്ടാൽ ഒരു വലിയ ഘോഷയാത്ര KMP ജംഗ്ഷൻ വരെ ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ പോകും. അന്ന് സ്കൂൾ പഠിപ്പിച്ചൊക്കെ സമയമാണ് ഇങ്ങനെ പോകുന്ന സംഗതി. അപ്പോ ആ രീതിയില് പിന്നീട് ഇടക്കാലത്ത് വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിട്ടുള്ള ചില പുതിയ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ, ICSE സ്കൂളുകൾ വന്നു, CBSE സ്കൂളുകൾ വന്നു, പല സ്കൂളുകളും മാറി. വളരെ വലിയ ഹെറിറ്റേജുള്ള ചില സ്കൂളുകൾ കുട്ടികളെ പരിമിതപ്പെട്ടു ചുരുങ്ങി പോയി. പിന്നീട് ചില തീരെ താഴെയിരുന്ന സ്കൂളുകൾ ചിലത് മെച്ചപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ സമൂഹ സ്കൂളിന്റെ സ്ട്രെങ്ത് ഒക്കെ ഇതിൽ കുറഞ്ഞു. റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും അത് എന്താ പറയുക, അതിനെ കുറിച്ച് അതൊരു സമൂഹ ഒരു പ്രിഫറൻസ് അല്ലാത്ത സ്കൂളായി മാറിയ സാഹചര്യം ഉണ്ടായി. ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലും അത് പറ്റി. ഗവൺമെന്റ് ബോയ്സ് സ്കൂളും 4000 കുട്ടികൾ വരെ പഠിച്ചിരുന്ന 150 വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ്. പറവൂരിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂൾ ഗവൺമെന്റ് ബോയ്സ് സ്കൂളാണ്. രാജാവിന്റെ കാലത്തുള്ളതാണ്. 150 വർഷം പഴക്കമുണ്ട്. ആ സ്കൂളും കുട്ടികളില്ല. 41 കുട്ടികളായി ഒരു ഘട്ടത്തിലാണ്. വെറും 41 കുട്ടികൾ. 5ാം തരം മുതൽ 10ാം തരം വരെ 41 കുട്ടികൾ. പല സ്കൂളുകൾ അങ്ങനെ വന്നപ്പോ പൊതുവിൽ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വന്നു. പല സ്കൂൾ മാനേജ്മെന്റുകൾ സ്കൂളുകൾ വിൽക്കാൻ ശ്രമിച്ചു. മലപ്പുറത്തൊക്കെ ഉണ്ടായി. ടൗണിന്റെ നടുക്കൊക്കെയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില കിട്ടും. ഈ സ്കൂളൊക്കെ ഇരിക്കുന്നത് PW റോഡിന് സൈഡിലാണ്. അപ്പൊ കുറെ ആൾക്കാർക്ക് അങ്ങനെ ചില സ്കൂൾ മാനേജർമാരും ചില സ്കൂൾ മാനേജ്മെന്റ് എല്ലാം തീരുമാനിച്ചത് ഇത് റിയൽ എസ്റ്റേറ്റ് ആയാലും എങ്ങനെ ഉണ്ടാവും. സ്കൂളുകൾ വിറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതാൽ എങ്ങനെയാണ് അല്ലെ, സ്കൂൾ വിറ്റ് ഓഡിറ്റോറിയം പണിതാൽ, കല്യാണ മണ്ഡപം പണിതാൽ, സിനിമാ തിയേറ്റർ പണിതാൽ. പക്ഷെ സിനിമാ തിയേറ്റർ പണിതത് കൊണ്ടോ ഓഡിറ്റോറിയം പണിതുകൊണ്ടോ ഒന്നും ഒരു സമൂഹത്തിൽ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നൽകുന്ന സേവനം, അത് വാർത്തെടുക്കുന്ന ഒരു തലമുറ, അത് നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഇതിന് പകരം വയ്ക്കാൻ സാധിക്കില്ല. കൂടുതൽ അത്ര ഡിവൈൻ ആയിട്ടുള്ള അത്ര മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനം സമൂഹ സ്കൂളിൽ പ്രതിസന്ധികൾക്കിടയിലും ആ ആശയത്തെ കൈവിടാതെ, ആ കമ്മിറ്റ്മെന്റ് കൈവിടാതെ വീണ്ടും തിരിച്ചറിവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ആനിവേഴ്സറി നടക്കുന്നത്. ഇന്നിപ്പോ സ്കൂളിനെ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറ്റബോധനൊക്കെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വലിയ സഹായമൊന്നും ഇവിടെ കിട്ടുന്നില്ല, ഞങ്ങൾക്കറിയാം. ബിക്കോസ് കൂടുതലും സർക്കാർ സ്കൂളുകൾക്കാണ് മുനിസിപ്പാലിറ്റി പ്ലാൻ ഫണ്ടിന്റെ പണം കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാരിനും മാനേജ്മെന്റ് സ്കൂളുകളുടെ കാര്യത്തിലെ പരിമിതികളുണ്ട്. ഇവിടെ ഒരു ഹയർ സെക്കൻഡറിക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സർക്കാരിന്റെ പ്രിഫറൻസിലെ ഏറ്റവും ഇൻഡിവിജ്വലായിരിക്കും സമൂഹ സ്കൂൾ നിൽക്കുക. ബിക്കോസ് കൂടുതൽ പരിഗണന വരുന്നത് കുറച്ചുകൂടി സ്വാധീനമുള്ളവർക്കും അതുപോലെ തന്നെ സർക്കാർ തലത്തിലായിരിക്കും ആദ്യം വരിക. എങ്കിലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും അത് സാധ്യമായി കൂടുന്നില്ല. അപ്പൊ അങ്ങനെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്കൂൾ ഒരു 2 വർഷത്തിലുണ്ടായ വലിയ മാറ്റമുണ്ട് സ്കൂളിന്. ഈ നോട്ടീസ് തന്നെയുണ്ട്. ബാസ്കറ്റ്ബോളിന്റെ ഒരു കോർട്ട് പുറത്ത് കാണാം, സ്കേറ്റിംഗിന്റെ ഉണ്ട്. ഞാനിവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമാകാൻ വേണ്ടി വന്നപ്പോൾ മനോഹരമായിട്ടുള്ള മാനേജ്മെന്റ് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ക്രിക്കറ്റ് ടൂർണമെന്റ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടന്നു. നല്ല ഫുട്ബോൾ കോർട്ട് ഇവിടെയുണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് ധാരാളം ഫെസിലിറ്റീസ്, യോഗ സെന്റർ നടക്കുന്നു, ലാബുകൾ ഇവിടെ മെച്ചപ്പെട്ടു നല്ലവണ്ണം, സ്പോർട്സിന് നല്ല പ്രാമുഖ്യം കൊടുക്കുന്നു. ശാസ്ത്രമേള ഇവിടെ ഉപജില്ലാ ശാസ്ത്രമേള സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ വന്നിരുന്നു.
അപ്പൊ സ്കൂൾ എങ്ങനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ ഷേപ്പ് ചെയ്യാം, എങ്ങനെ തയ്യാറെടുത്ത് നിൽക്കണം, സ്കൂൾ എങ്ങനെ പുതിയ ജനറേഷൻ ആകർഷിക്കണം എന്നുള്ളതിന്റെ ഒന്നാം തരം ഉദാഹരണമായിട്ട് പതുക്കെ ഇത് മാറുന്നുണ്ട്. ഈ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. മാജിക് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ 1000 2000 വരുത്താൻ പറ്റിയ സ്ഥലമല്ല. പക്ഷേ വളരെ പോസിറ്റീവായി തോന്നുന്നു. ഇന്ന് പറവൂരില് എവിടെ ചേരണമെന്ന് ചോദിച്ചാൽ ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകരോട് ഒരു രക്ഷിതാവ് മകള് 5ാം തരത്തിൽ എവിടെ ചേർക്കണമെന്ന് ചോദിച്ചാൽ മടിയില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു സ്കൂളായി സമൂഹ സ്കൂൾ മാറി എന്നുള്ളത് ഈ മാനേജ്മെന്റിന്റെയും ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയും HMന്റെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്, PTA കൂടി കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടാണ്. അതുപോലെ സന്തോഷം. ഇപ്പൊ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും അങ്ങനെ ഒരു വിജയഗാഥയുണ്ട്. ഞാൻ എല്ലാവർക്കും പറയുന്നത് വേണമെങ്കിൽ ഒരു കോമ്പറ്റീറ്ററാണ് നമ്മുടെ പറയാൻ വേണമെങ്കിൽ, പക്ഷെ അവിടെ അങ്ങനെ കുറച്ച് പരാതിയൊക്കെ വന്നു, അവിടെ കുറെ കുട്ടികളൊക്കെ പോയി. പക്ഷെ അതിനെ അങ്ങനെ കാണേണ്ടതില്ല. അതിന് പരാതി നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. വേറെ സ്കൂളിനെ കുറിച്ച് അപകീർത്തി പറയേണ്ട കാര്യമില്ല. കുട്ടികളെ മൊത്തത്തിൽ കുറയുന്നുണ്ട്. പഴയ പോലെ 5 കുട്ടി 6 കുട്ടിയൊന്നും ഇല്ലല്ലോ ഒരു വീട്ടിൽ. ഒരു കുട്ടി 2 കുട്ടിയല്ലേ ഉള്ളൂ. അതിനനുസരിച്ചിട്ട് പക്ഷെ ധാരാളം പ്രൈവറ്റ് സ്കൂളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നിയന്ത്രണം ആവശ്യം. അതിന് സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ഗുണപ്പെട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് സർക്കാർ കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്ത് ഈ മേഖലയിലേക്ക്. അപ്പൊ അന്നേരം ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ധാരാളം ചോദിച്ചു, ധാരാളം സാമ്പത്തിക പ്രയാസം ഉണ്ടല്ലോ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്കൂളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അതുപോലെ കൈതാറ് സ്കൂളിന് 5 കോടി കൊടുക്കും, ചേന്നവരെ പാലു സ്കൂളിന് 5 കോടി കൊടുക്കും, ഈ പൊട്ടന്തിരിവില് ടൗൺ LP സ്കൂളിന് 2 കോടി കൊടുക്കും കഴിഞ്ഞ ആഴ്ച അവിടെ കല്ലിട്ടു. ഏഴിക്കര LP സ്കൂളിന് 2 കോടി കൊടുക്കും, വടക്കുംപുറം സ്കൂളിന് 1 കോടി കിട്ടി, ഗേൾസ് ഹൈസ്കൂളിന് ചലഞ്ച് ഫണ്ട് 1 കോടി കിട്ടി. അപ്പൊ ഒരു സംശയം വന്നത്, സാമ്പത്തിക വിദഗ്ധരൊക്കെ പറഞ്ഞു സ്റ്റേറ്റിൽ കടമുണ്ട്. ഈ കട ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് പുതിയ കെട്ടിടവും സ്മാർട്ട് ക്ലാസ് റൂംസും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിനുള്ള ബാധ്യത എന്താണെന്ന് വെച്ചപ്പോൾ ഗവൺമെന്റ് പറഞ്ഞത്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥാണ് പറഞ്ഞത്, ഇതിന്റെ മറ്റേതിന്റെ എല്ലാ റിട്ടേൺ നമുക്ക് അറിയാൻ പറ്റും. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ടെൽക്കിന് 2 കോടി കൊടുത്തു, അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രീസിന് വേണ്ടി കൊടുത്തു, നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ റോഡ് വെള്ളം ടോഡ് വിരിച്ച് നമുക്ക് റവന്യൂ അറിയാം. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് അത് അമൂല്യമാണ്, അളക്കാൻ പറ്റില്ല. സ്കൂളുണ്ടായി, ആ സ്കൂളിലേക്ക് ധാരാളം പണം കൊടുത്തു, പശ്ചാത്തല സൗകര്യം ഉണ്ടായി, പാവപ്പെട്ടവന്റെ കുട്ടികൾക്കും ഏറ്റവും ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള വിദ്യാഭ്യാസം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിന് മാത്രമുള്ള സവിശേഷതയാണ്. അതുകൊണ്ട് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം 2 കൈയും കൊട്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ്. അത് ഗവൺമെന്റിന്റെ ഒരു മാർക്കിടാവുന്ന ഒരു പരിപാടി തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതെന്താ വെച്ചാൽ പൊതുവെ ഇവിടെ ചെയർപേഴ്സണൊക്കെ പറഞ്ഞു കേട്ടു മയക്കുമരുന്നാണ്, കഞ്ചാവാണ് എന്നൊക്കെ. ഞാൻ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. ലോകം ഇന്നൊരു ഗ്ലോബൽ വില്ലേജാണ്. നമുക്ക് പണ്ടൊരു ഫാഷൻ വന്നാല് പെൺകുട്ടികളൊക്കെ ഇടുന്നൊരു ഒരു റിങ് വന്നാൽ ആ റിങ്ങിന്റെ ഫാഷൻ പറവൂർ എത്തണമെന്നുണ്ടെങ്കിൽ അത് പാരീസിൽ വന്നിട്ട്, പിന്നെ അത് മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് ദുബായിലൊക്കെ, പിന്നെ ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് വേണം ഫാഷൻ വരുമ്പോഴേക്കും പാരീസിൽ കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ച ഫാഷൻ അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ തോന്നിയാവിലോ അല്ലെങ്കിൽ പൊട്ടത്തിലോ ഉപയോഗിക്കുക, ഈ പറവൂർ ഉപയോഗിക്കുക. ഇന്നൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. ടെക്നോളജി ആവട്ടെ, ഒരു ഫാഷൻ ആവട്ടെ, ഏത് തരത്തിലുള്ള ഒരു ഉൽപ്പന്നമാവട്ടെ, ഇന്ന് രാവിലെ 10 മണിക്ക് ഗ്ലോബലി റിലീസായാൽ 10:05 അല്ലെങ്കിൽ 10:01 ഇന്ത്യയിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ കയ്യിലും വരണ കാലം. അതിൻ്റെതായുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പൊ ഈ കുട്ടികൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ വന്നു, മാസ്റ്റർ തല്ലെന്ന് പറയുന്ന ഒരു കുട്ടറ വീഡിയോ വന്നു, പല കാര്യങ്ങൾ വന്നു. പക്ഷെ അതിലൊരു നെഗറ്റീവായ ഒരു വശമുണ്ട്, ഡിസിപ്ലിന്റെ പ്രശ്നമുണ്ട്, കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളുണ്ട്, കൗൺസിലിംഗിന്റെ ആവശ്യമുള്ളപ്പോൾ തന്നെ ഒരു പോയിന്റ് എന്താണെന്ന് അറിയാം, അവനെ എക്സ്പ്രസ് ചെയ്തെന്നുള്ളതാണ്. തല്ലാൻ നോക്കിയിട്ട് മറച്ചു വെച്ചില്ല, ഉള്ളിലാക്കിയില്ല മാഷിനെ. പക്ഷെ ഞാൻ പണികൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ പറഞ്ഞതിന് നെഗറ്റീവ് വശമായിട്ട് ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല്, കുട്ടികള് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറയാൻ മടിയാണ്. അധ്യാപകനോട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഒരു എതിരഭിപ്രായം പറയാണെങ്കിൽ അത് പറയാൻ, അത് മിതമായ ഭാഷയിൽ പറയാൻ പോലും മടിയാണ്. കൂട്ടുകാരോട് തന്നെ പറയാൻ പറഞ്ഞ കാര്യങ്ങൾ മടിയാണ്. കൂട്ടുകാരികളോട് കൂട്ടുകൂടാന്ന് പേടിയാണ്. പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ തന്നെ ഭയമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ പോലും സ്കൂൾ ബസ്സിനകത്ത് ഒരു പെൺകുട്ടി സൈഡിൽ ഒഴിഞ്ഞിടക്കണമെങ്കിൽ പോലും ഇരിക്കൂല. ഇരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇരിക്കൂല. അവിടെയാണ് പ്രശ്നം. ഇരിക്കണമെന്നുള്ളിലുണ്ട്, പക്ഷെ ഇരിക്കൂല. എന്താ വെച്ചാൽ ഒരു സഭാകമ്പവും ഒരു പ്രശ്നമായിട്ടൊക്കെ ഈ മാനസികമായ മറ്റൊരു തരത്തിലുള്ള ഒരു വൈകല്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ കാലഘട്ടത്തിൽ ഇല്ല. വളരെ ഓപ്പൺനെസ് ഉണ്ട്, എക്സ്പ്രസീവ് ആണ് കുട്ടികൾ. അത് ഒരു പോസിറ്റീവ് വശമാണ്. പോസിറ്റീവിനെ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഹരി, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ലഹരി കിട്ടുന്ന പോലെ തന്നെ നല്ല കാര്യങ്ങളിൽ നിന്ന് ലഹരി കിട്ടും. അത് പഠിപ്പിച്ചാൽ മതി കുട്ടികളെ, അല്ലേ? നല്ല കാര്യം, അച്ഛനും അമ്മേനെ നല്ലോണം സ്നേഹിക്കുന്നൊരു ലഹരിയില്ലേ, നല്ല ഫ്രണ്ട്ഷിപ്പിലൊരു ലഹരിയില്ലേ. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാൻ മറന്നുപോയ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റാത്തൊരു കൂട്ടുകാരൻ അറിഞ്ഞ് ഫുഡ് ഷെയർ ചെയ്യുമ്പോൾ ഒരു ലഹരി കിട്ടില്ലേ? കിട്ടില്ലേ?
ഇവിടുത്തെ വീണ് പോകുമ്പോ അവനൊന്നും എല്ലാരും ഓടിപ്പോണ കൂട്ടത്തില് ഒരു ഫ്രണ്ട് തിരിഞ്ഞു നിന്നിട്ട് വീണവനോട് പൊക്കിയെടുത്ത് അവന്റെ കാലിലോട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കണ ഒരു ലഹരി ഇല്ലേ? അപ്പൊ ആ സ്നേഹത്തിന്റെ ലഹരി, സർവീസിന്റെ ലഹരി, സാക്രിഫൈസിന്റെ ലഹരി, മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും റെസ്പെക്റ്റിന്റെ ലഹരി, അതിനും കൂടി ഒന്ന് പരിശീലിച്ചാൽ മതി. ആ ലഹരി കൂടി കിട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് പോയിന്റ്സ് എല്ലാം പോകും. അപ്പൊ ആ രീതിയിൽ കുറെ പോസിറ്റീവായ മാറ്റങ്ങളുണ്ട്. വളരെ നെഗറ്റീവായ എല്ലാ സ്കൂളിലും പോയി കഞ്ചാവാണെങ്കിൽ മയക്കുമരുന്നാണെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. അപ്പൊ അത് പ്രശ്നങ്ങളുണ്ട്. സ്കൂൾ ഞാനിപ്പോ ടീച്ചറോട് ചോദിച്ചത് ഇവിടെ സ്കൂൾ ജാഗ്രതാ സമിതി വിളിച്ചോന്നാ. അപ്പൊ ഇവിടെ വിളിച്ചു, ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഇനിയും വിളിക്കുന്നു പറഞ്ഞു. PTA സ്കൂൾ കമ്മിറ്റിയുടെ ഒക്കെ ജാഗ്രത, പോലീസും അതുപോലെ തന്നെ അയൽപക്കത്തെ വീടുകള്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വരെയുണ്ട് ആ ജാഗ്രതാ സമിതി. അതൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ അതെല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു കാര്യം പറയുന്നുള്ളത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മനസ്സിലാ തീരുമാനം എടുക്കുക തന്നെയാണ്. ഒരാൾക്കിപ്പോ ഒരു ഒരു അധ്യാപകനാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പ വഴി എന്താ? അധ്യാപകനാവാൻ അവനവൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഒരാൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും എളുപ്പ വഴി ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ആവുക. അങ്ങനെ ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പല പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകാൻ പറ്റും. ചില ആസക്തികൾ, പ്രലോഭനങ്ങൾ, ചില അലസതകളിൽ നിന്നൊക്കെ മാറി ആ ഡിസിഷന്റെ പുറകെ പോകാൻ പറ്റും. അപ്പൊ തീരുമാനം നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുക. നമുക്ക് എന്താവണം എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വളരെ പോസിറ്റീവായ ചിന്തകളുടെ പിന്നാലെ പോവുക. എന്നാലും സ്കൂള് മികച്ച സ്കൂളായി മാറുന്നതിൽ പറവൂർ നഗരസഭയ്ക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും സ്പോർട്സ് ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നോക്കിക്കഴിഞ്ഞാൽ പറവൂരിലെ മുന്തിയ സ്കൂളുകളെക്കാൾ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം സ്കൂളിൽ വന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുന്ന മാനേജ്മെന്റിനും PTA-ക്കും ഇവിടുത്തെ അധ്യാപകർക്കും അതിന്റെ ഭാഗമായി നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാം തന്നെ നഗരസഭയുടെയും വ്യക്തിപരമായ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എന്ത് സഹായങ്ങൾക്കും നിങ്ങളുടെ കഴിവിനൊത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ധാരാളം വിജേഷ് ഗോപാലിനെ ഞാനിപ്പോ പരിചയപ്പെട്ടുള്ളൂ. പിന്നണി ഗായകനുണ്ട്, നല്ല പാട്ടൊക്കെ ഇപ്പൊ കേൾക്കാം. വിജേഷിന് മനോഹരമായ പാട്ടുകൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കേൾക്കാൻ പറ്റില്ല, കൗൺസിലിൽ പോകണമെന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ആദിത്യ കൃഷ്ണയും അവന്തികയും വിഘ്നേഷിനെ അനുമോദിക്കുന്നുണ്ട്. എല്ലാവരും മികച്ച നേട്ടങ്ങൾ നേടിയാണ്. കാരണം നാഷണൽ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു. അതുപോലെ തന്നെ സംസ്ഥാന നീന്തൽ മത്സരത്തില് അവന്തിക ചാമ്പ്യനായി. സംസ്ഥാന ലിറ്റിൽ കൈറ്റ്സ് അനിമേഷൻ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിഘ്നേഷ് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചു സ്കൂളിൽ നിന്ന് ഇത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഇവിടുത്തെ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ വിജയിലുണ്ടാവുന്നു, ശാസ്ത്ര ക്യാമ്പുകളിൽ വിജയിലുണ്ടാവുന്നു. ധാരാളം കുട്ടികളുടെ പടം ഈ നോട്ടീസിന്റെ പുറകുവശത്ത് ഞാൻ കണ്ടു. ധാരാളം നേട്ടങ്ങളൊക്കെ കണ്ടു. അത് വലിയ അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഇത്ര പരിമിതികളിൽ നിന്നുകൊണ്ട് ഇത്ര ഉയരങ്ങളിലേക്ക് ഒരു സ്കൂൾ സഞ്ചരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ഇനിയും അത് നല്ലവണ്ണം തുടരുക. ഈ നാടാകെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. മികച്ച രീതിയിലേക്ക് പണ്ടുണ്ടായിരുന്ന 1000-വും 2000-ത്തിലധികം കുട്ടികളുള്ള ഒരു വസന്തം പോലെ ഉണ്ടായിരുന്ന നമ്മുടെ പറവൂരിലെ സമൂഹ സ്കൂളിലേക്ക് തിരിച്ചു വരാൻ സമീപഭാവിയിൽ തന്നെ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി രക്ഷകർത്താ ദിനത്തിനെയും അതുപോലെ തന്നെ ഈ ആനിവേഴ്സറിയുടെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.